അങ്ങനെ നമ്മുടെ 7 മന്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എത്ര പെട്ടെന്ന് 7 മാസം പോയത്. ഇപ്പോൾ അത്യാവശ്യം ഒച്ചയടപ്പും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അത്യാവശ്യമല്ല, നന്നായിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒട്ടും കംഫർട്ടബിൾ അല്ലാതെ നിൽക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണ്. ഈ 7 മാസവും ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ സെർച്ച് ചെയ്ത ഒരു കാര്യമാണ് മെറ്റേണിറ്റി വെയേഴ്സ്. ഒരുപാട് കണ്ട് ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്യാൻ നോക്കി. ചിലതൊക്കെ സ്റ്റോക്ക് ഔട്ടാണ്, ചിലതൊന്നും കറക്റ്റായിട്ട് റിപ്ലൈ കിട്ടില്ല. അങ്ങനെ അങ്ങനെ 7 മാസത്തിലെത്തി. ഇനിയിപ്പോൾ ഡയറക്റ്റെങ്കിലും ഷോപ്പിൽ പോയി നമ്മൾ പർച്ചേസ് ചെയ്തേ പറ്റൂ. അത്രയ്ക്കും കംഫർട്ടബിൾ അല്ലാത്ത ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. കായംകുളത്ത് ഏറ്റവും നല്ല മെറ്റേണിറ്റി വെയേഴ്സ് കിട്ടുന്ന ഷോപ്പ് എവിടെയാണെന്നൊക്കെ ഞാൻ കുറേ സെർച്ച് ചെയ്തു കേട്ടോ, പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല. ആർക്കെങ്കിലും അറിയാവുന്നതുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. ഞാനൊരു 2-3 ഷോപ്പിൽ കയറി. എല്ലായിടും ഒരേ പാറ്റേൺസിലുള്ള ഫ്രോക്ക് നൈറ്റീസ്. നോർമൽ നൈറ്റീസിലേക്ക് ഞാൻ നോക്കിയില്ല, എനിക്കതിന് താല്പര്യമില്ല. ഫ്രോക്ക് നൈറ്റീസ് എല്ലാം ഒരേ പാറ്റേൺ. അവസാനം ഞാനൊരു ഷോപ്പിലെത്തി. എല്ലായിടും കയറി ഇറങ്ങാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ലാത്തതുകൊണ്ട് ഒരു ഷോപ്പിലെത്തി. അവിടെയും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പാറ്റേൺസിലുള്ള ഫ്രോക്ക് നൈറ്റീസ് തന്നെയാണ് കണ്ടത്. പിന്നെ നമുക്കിപ്പോൾ അത്യാവശ്യം ആയതുകൊണ്ട് എടുത്തേ പറ്റൂ എന്നുള്ളത് കൊണ്ടും കൂട്ടത്തിൽ നല്ലതും കുറച്ച് നല്ല സൈസ്, ലാർജ് സൈസൊക്കെ ഉള്ളതുമായിട്ടുള്ള 2-3 ഫ്രോക്ക് നൈറ്റി നോക്കി. പിന്നെ ടീഷർട്ട് വേണം എന്നുള്ള ഭയങ്കര ആഗ്രഹത്തോടെയാണ് ഞാൻ ആ ഒരു സെക്ഷനിലോട്ട് പോയത്. പക്ഷേ എടുത്തിട്ട് നോക്കിയപ്പോൾ മനസ്സിലായത് എനിക്ക് ചേരുകയേ ചെയ്യില്ല. ഭയങ്കര ബോറാണ് കേട്ടോ. പിന്നെ ചേട്ടനും കുഞ്ഞിൻ്റെയും നിർബന്ധത്തിന് ഞാനൊരു 2 ടീഷർട്ട് എടുത്തു. ടീഷർട്ട് എടുത്ത് കഴിയുമ്പോൾ അടുത്ത ടാസ്ക് പാൻറ്. നോർമൽ സൈസൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഈ വയറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ 7 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡ്രസ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പിന്നെ പാൻറ്റിന് പ്രത്യേക സെക്ഷനൊന്നുമില്ല, ബൾക്കായിട്ട് കുറേ ഇട്ടേക്കുന്നതിനകത്തുനിന്ന് ഒരു 1-2 പാൻറ് ആ ചേച്ചി എടുത്തു തന്നു. അതിൽ ചേരുമെന്ന് തോന്നിയത് ഞാൻ എടുത്തു കേട്ടോ. ഇനി വീട്ടിൽ വന്ന് ഇട്ട് നോക്കിയാൽ മിക്കവാറും അത് റിട്ടേൺ ചെയ്യേണ്ടി വരും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ ഒരു കുഞ്ഞ് പർച്ചേസൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ കായംകുളത്ത് നല്ല മെറ്റേണിറ്റി വെയേഴ്സ് കിട്ടുന്ന ഷോപ്പ് ഉണ്ടെങ്കിൽ എന്നോടും കൂടെ ഒന്ന് പറയണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.